തെരഞ്ഞെടുപ്പിലല്ല 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം, മന്ത്രിസ്ഥാനം, മറ്റു സ്ഥാനങ്ങൾ എന്നിവ ചർച്ചയാകുമ്പോൾ നേതാക്കൾ മാതൃകയാക്കേണ്ട പേര് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടേതാണ്. ഉപതെരഞ്ഞെടുപ്പിലടക്കം സീറ്റ് ലഭിക്കാത്തപ്പോൾ പാർട്ടി മാറുന്ന നേതാക്കളുള്ള ഈ കാലത്ത് നിലപാട് വിട്ടുകൊടുക്കാതെ പാർട്ടിയോടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ സംസ്കാരമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം അവസരം ലഭിക്കാതിരുന്നിട്ടും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ഓരോ പ്രവർത്തകനും ഒരു പാഠമാണ്. സ്ഥാനത്തിനല്ല, ആശയത്തിനാണ് പ്രാധാന്യം. സ്ഥാനത്തേക്കാൾ പാർട്ടിയാണ് വലുത്. അതാണ് VS ജോയി നമുക്ക് നൽകുന്ന സന്ദേശം. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ആവേശം നൽകുന്ന VS ജോയിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഭവവും പ്രയാസവും എനിക്കില്ല. നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിലല്ല 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. പാർട്ടി പരിഗണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അതിൽ തന്നെ സംതൃപ്തനാണ്. ഓക്കെ, ശരി. ഒരനിശ്ചിതത്വം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കും. ഒരഭിപ്രായ വ്യത്യാസവും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന് ആദ്യ ദിവസം മുതൽ ഞങ്ങൾ ആണയിട്ട് ഒരുപാട് തവണ പറഞ്ഞതാണ്. അത് തന്നെ ആവർത്തിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. അത് പാർട്ടി തീരുമാനമല്ലേ. ഇല്ല, അതൊക്കെ നിങ്ങൾ ആ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഒരു പുതിയ തുടക്കമാണ്. തീർച്ചയായും DCC പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കന്മാരൊക്കെ സംസാരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഭവവും പ്രയാസവും എനിക്കില്ല. നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിലല്ല 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. അല്ല, ഇതൊക്കെ സാങ്കല്പികമായി നിങ്ങൾ ഓരോ ദിവസം കൊടുത്തിട്ടുള്ള വാർത്തയാണ്. ഷൗക്കത്തിനൊപ്പം എന്റെ പേര് പാർട്ടി പരിഗണിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. അത് തന്നെ വലിയ അംഗീകാരമാണ്. എന്നെ പോലെ ഒരു സാധാരണ പ്രവർത്തകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. നിലമ്പൂർ പോലെ ഒരു നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പേര് പാർട്ടി പരിഗണിച്ചതിൽ തന്നെ ഞാൻ സംതൃപ്തനാണ്. അതൊക്കെ അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്താണ്, ഒരുപാട് തവണ മറുപടി പറഞ്ഞാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇനി ആ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. ഒരു വിവാദങ്ങൾക്കും ഇനി പ്രസക്തിയില്ല. എല്ലാ വിവാദ വിഷയങ്ങളും അടഞ്ഞ അധ്യായമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി വന്നിരിക്കുന്നു. നാളെ നിലമ്പൂരിന്റെ MLA ആവാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ വിവാദ വിഷയങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. പരിഹരിക്കും. ഞാൻ ആ വിഷയത്തിനാണല്ലോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ്. ചെറിയ പ്രയാസങ്ങളും അല്ലറ ചില്ലറ സൗന്ദര്യപ്പിണക്കങ്ങൾക്കിടയിൽ അതൊക്കെ UDFന്റെ നേതാക്കന്മാർ നേതൃത്വം ഇടപെട്ട് അതിനൊക്കെ കരുത്തുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അത് ഇടപെട്ട് പരിഹരിക്കും. നിങ്ങളൊന്ന് കാത്തിരിക്കും. ആദ്യഘട്ടം മുതൽ തന്നെ VS ജോയി സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളായിരുന്നു വന്നത്. അങ്ങനെ ചില തരത്തിൽ നേതൃത്വം സൂചനകൾ വന്നിരുന്നു. അല്ല, പാർട്ടി പരിഗണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അതിൽ തന്നെ സംതൃപ്തനാണ്. ഓക്കെ, ശരി. ഒരനിശ്ചിതത്വം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കും. ഒരഭിപ്രായ വ്യത്യാസവും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന് ആദ്യ ദിവസം മുതൽ ഞങ്ങൾ ആണയിട്ട് ഒരുപാട് തവണ പറഞ്ഞതാണ്. അത് തന്നെ ആവർത്തിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. അത് പാർട്ടി തീരുമാനമല്ലേ. താങ്കൾക്ക് വേണ്ടി വലിയ രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ അവസാന ഘട്ടത്തിലെങ്കിലും ഒരു പ്രതീക്ഷ ഒരു പക്ഷെ ആവുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
ഇല്ല, അതൊക്കെ നിങ്ങൾ ആ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ തുടക്കം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു നേതാക്കളുടെ ഭാഗത്ത്. തീർച്ചയായും DCC പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കന്മാരൊക്കെ സംസാരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഭവവും പ്രയാസവും എനിക്കില്ല. നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിലല്ല, 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാടും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണോ തീർച്ചയായും സന്തോഷം. ഉണ്ടായിക്കോട്ടെ.